പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു തൻ്റെ അമ്മയും ശിഷ്യനും കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ സ്വന്തം ഭവനത്തിൽ അവളെ സ്വീകരിച്ചു. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മ വഴി ദൈവം നമുക്ക് നൽകിയ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാം. ഫ്രാൻസിസ് മോക്ഷത്തിൽ പോകും, എന്നാൽ അവൻ നിരവധി കൊന്ത ജപിക്കേണ്ടിയിരിക്കുന്നു. ഫാത്തിമയിൽ ഫ്രാൻസിസ് മോക്ഷത്തിൽ പോകുമോ എന്ന കുട്ടികളുടെ ചോദ്യത്തിന് മാതാവ് കൊടുത്ത മറുപടിയാണത്. സന്ധ്യാസമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലാത്തൊരു കുടുംബം പോലും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. നല്ല പാരമ്പര്യവും കുലീനത്വവും ഭക്തിയുമുള്ള കുടുംബങ്ങളുടെ ഒരു ഉത്തമ ലക്ഷണമായി ഈ പതിവിനെ എല്ലാവരും കണ്ടിരുന്നു. സന്ധ്യാസമയത്ത് മാതാപിതാക്കൾ, മക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്ന് കൊന്ത ജപിക്കുന്ന കുടുംബങ്ങളിലെ മക്കൾ, കുടുംബാംഗങ്ങൾ നല്ലവരും ദൈവഭയമുള്ളവരും ദൈവഭക്തരും അനുസരണമുള്ളവരുമാകും. തിരുസഭയുടെ അമ്മയായ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്, ദൈവമാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. 1858 ലൂർദിലും 1917 ഫാത്തിമയിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കയ്യിൽ ജപമാലയുമേന്തിയാണ്. വിശുദ്ധ 12 ബീസ് പാപ്പ പറയുന്നു, ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളുടെ മേലുണ്ടാക്കുവാൻ ജപമാല ഭക്തിയേക്കാൾ ഉറപ്പായ വേറൊരു മാർഗവുമില്ലെന്ന് വിശുദ്ധ 10 ബീസ് പാപ്പ പറയുന്നു. പ്രാർത്ഥനയുടെ അഭാവം കൊണ്ട് ലോകത്തിൽ തിന്മ വർദ്ധിക്കുന്നു, സമാധാനമില്ലാതെയാകുന്നു. വ്യക്തികൾ, കുടുംബങ്ങൾ, സമുദായങ്ങൾ, ലോകം സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, മനുഷ്യനും അവൻ്റെ ലോകവും ഇന്ന് നേരിടുന്ന ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും തിന്മകൾക്കും എല്ലാ തകർച്ചകൾക്കും പരിഹാരമായി കർത്താവായ ദൈവം പരിശുദ്ധ കന്യകാമറിയം വഴി നൽകിയ സ്വർഗീയ ആയുധമാണ് ജപമാല. ജപമാല വചന കേന്ദ്രീകൃത പ്രാർത്ഥനയും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖ ആരാധനയുമാണ്. ഈ ജപമാല മാസത്തിൽ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, തീഷ്ണതയോടെ നമുക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ലോകത്തിനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവജനത്തിൻ്റെ ജപമാല പ്രാർത്ഥന വഴി പൈശാചിക ശക്തികൾ ചിതറിക്കപ്പെടട്ടെ, തകർക്കപ്പെടട്ടെ, ബന്ധിക്കപ്പെട്ട് നിർവീര്യമാകട്ടെ. വിശുദ്ധ ലൂയി മോണ്ട്ഫോർട്ട് പറയുന്നു, ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോകയില്ല. ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. വിശുദ്ധ ക്ലെമൻ ഹോഫ് ബോവർ പറഞ്ഞു, ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ജപമാല ചൊല്ലുവാൻ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഈശോയിൽ പ്രിയ ദൈവജനമേ, വചനമായി യേശുവിനെ ആരാധിക്കുന്ന വചന പ്രാർത്ഥനയായതുകൊണ്ടും മനുഷ്യരക്ഷയുടെ ചരിത്രം, ഈശോയുടെ ജീവിതം ആഘോഷിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ടും ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് ജപമാല മാറ്റി നിർത്താനാവില്ല. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ മനസ്സിനിണങ്ങിയ ക്രൈസ്തവരായി മാറാം. അതിന് ജപമാല നമ്മെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.